ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി ചപ്പാത്തിന് ഒരു സൈഡ് ഡിഷാണ്. ഇത് ചപ്പാത്തിനും കഴിക്കാം, ചോറിനും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ആദ്യം സോയ ചങ്ക്സ് ഒരു 2 hours വെള്ളത്തിലൊന്ന് കുതിർത്തിടണം. പിന്നെ ഇതിനാവശ്യം മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ഒരു മസാല പൗഡറാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിന് ആദ്യം പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ജീരകം, പെരുംജീരകം, കുരുമുളക്, ഏലക്ക, സ്റ്റാർ അനീസ്, ഇതൊക്കെ ഒരു ടീസ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, പിന്നെ മല്ലിയും 2 ടേബിൾ സ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇത് പൗഡറാക്കി വെക്കും. ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു 3-4 പ്രാവശ്യം കറികൾ ഇടുന്ന മാതിരിയോ അത് ഉണ്ടാക്കാം. ഇതിട്ടാൽ മതി, കറിന് വേറെ ഏതും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു പൗഡർ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഒരു 2-3 തവണ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ ചീഞ്ചട്ടിയിൽ കടുക് ജീരകം ഇടുക, ഉള്ളി ഇടുക, ഗ്രീൻ ചില്ലി ഇടുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അതൊന്ന് വതക്കണം. വതക്കിയ ശേഷം ഈ ഓണിയൻസിൻ്റെ കളർ മാറേണ്ട വരയ്ക്ക് അതൊന്ന് വതക്കണം. പിന്നെ ഈ സോയാ ചങ്ക്സ് നമ്മൾ കുതിർത്തിട്ട് സോയാ ചങ്ക്സ് അതിലകത്തിട്ട് ഇത്തിരി ഉപ്പും പിന്നെ നമ്മളുടെ ഈ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വാട്ടർ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതൊരു 10 minutes സിമ്മിലാക്കിയിട്ട് അതൊന്ന് അടച്ചിട്ട് അതൊന്ന് വേവാൻ വെക്കണം. ഈ മസാല എല്ലാം ഈ സോയ ചങ്ക്സിൽ അത് ഒന്ന് ബ്ലെൻഡ് ആവേണ്ട വരയ്ക്ക്. സോ ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡായി പിന്നെ അവസാനം കൊത്തമല്ലി ഇട്ടിട്ട് കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.